ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന ചെടികളാണിത്. ഏകദേശം നമ്മളൊരു 180 ചെടികളോളം വെച്ചിട്ടുണ്ട്. അതിനകത്തിപ്പോൾ വളർന്ന് ഒരു കുഴപ്പമില്ലാതെ വളർന്ന് കിട്ടിയ ചെടികളാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഡാമേജ് ആയി പോയിട്ടുണ്ട്. എന്നാലും നമ്മളതിനകത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മളൊരു 100-200 ചെടി വെക്കുമ്പോൾ അതങ്ങനെ വരും. ഇപ്പോൾ ഈ ചട്ടിക്കകത്ത് മുഴുവൻ കള വളർന്ന് വന്നിരിക്കുകയാണ്. അതെല്ലാം നമ്മൾ പയ്യെ ഇരുന്ന് പറിച്ച് കളയണം. ഇന്ന് ഞാനിപ്പോൾ വർക്കിനിടയിലൊന്ന് ഓടി വീട്ടിലോട്ട് വന്നപ്പോഴാണ് ഇതിനകത്ത് കള നിൽക്കുന്നതൊക്കെ കണ്ടത്. നമ്മൾ കുറേ വാണ്ട ഓർക്കിഡുകൾ ഇപ്പോൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ചട്ടി കിട്ടിയിട്ടില്ല. അതും നമ്മൾ ചട്ടി വരത്തി ഉടനെ തന്നെ പ്ലാന്റ് ചെയ്യുന്നതാണ്. പിന്നെ ബാക്കിയുള്ളത് കുറേ അഗ്ലോണിമയും ഫിലോഡോൺട്രോണും പിന്നെ സലഡ് അങ്ങനെയുള്ള പ്ലാന്റുകളാണ്. പിന്നെ നമുക്ക് കുറച്ച് ഗ്രീൻ ബാമ്പുവിൻ്റെ തൈകൾ കിട്ടിയായിരുന്നു. അത് തിരക്കിനിടയ്ക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റും. അത് നമ്മൾ വെച്ചു. പിന്നെ വെറൈറ്റി കുറച്ച് ഫേൺസ് നമുക്ക് കിട്ടിയായിരുന്നു. അത് ചെറുതല്ല, നമ്മുടെ ഈ തെങ്ങും പനയൊക്കെ വളർത്തുന്ന പോലെ മുകളിലോട്ട് വളർന്നു വന്ന് പിരിഞ്ഞ് കുട പോലാകുന്ന ഫേൺസാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങളിങ്ങനെ പയ്യെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ തൈകളൊക്കെ അതായത് പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ആമസോണിൽ നിന്ന് നമ്മൾ പല വെറൈറ്റി ചെടികളാണ് വരത്തിയിരിക്കുന്നത്. ചേമ്പിൻ്റെ തൈകളായില്ലേ. അതിപ്പോൾ നിങ്ങളെ മുമ്പ് വീഡിയോയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചായിരുന്നു. അത് നമുക്കൊരു അബദ്ധം പറ്റിയതാണ്. അത് മുഴുവൻ നമുക്ക് ചേമ്പായി പോയി കിട്ടിയത്. പിന്നെ നമുക്ക് ബ്രൊമല്ലിയാടാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത് ഇച്ചിരി ഇതായിട്ട് നിൽക്കുന്നത്. 10ഓളം ബ്രൊമല്ലിയാട് ഒരു ചോട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ പിരിച്ച് നടണം. ആ പിരിച്ച് നടുമ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഒന്ന് കാണിക്കുന്നതാണ്. അതിന് ഏത് രീതിയിൽ ആ മണ്ണ് വേണ്ടതെന്നൊക്കെ. അതിനകത്ത് ഇല്ലിയുടെ കമ്പുമ്പോൾ ഒടിച്ച് നോക്കി അത് പച്ച പോയെന്ന്. അത് ഉണങ്ങിയാലേ അത് ചോട്ടിൽ നിന്ന് പുതിയ മുള പൊട്ടത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് നോക്കുവാണ്. അതുകൊണ്ട് നമ്മുടെ ഫേൺസിൻ്റെ ചെറിയ തൈകളൊക്കെ കൊടുത്തു വരുന്നതാണ് എൻ്റെ ചോട്ടിൽ നിന്ന്. അങ്ങനെ ഓരോരോ നോക്കുകയാണ്. പറ്റുന്ന കുറേ പുല്ലുകളൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞു. എന്നാലും നമ്മുടെ കുറേ ചെടികളൊക്കെ നമുക്ക് ഡാമേജ് ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്ക് കിളുത്ത് വരും. പിന്നെ നമ്മൾ കുറേ കല്ലുവാഴയുടെ വിത്താണ് കൊണ്ടുവന്നു. അത് 3 നമ്മൾ നട്ടു. എന്നിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിടും. അത്യാവശ്യം കല്ലുവാഴകൾ ഒക്കെ നടും. കാരണം ഗാർഡൻ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർക്ക് കല്ലുവാഴയുടെ തൈ ചോദിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടുകയില്ല. ഒരുപാടാണ് കിട്ടാൻ. എന്നാലും നമുക്ക് കുറേ വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഏത് രീതിയിലാണ് നടേണ്ടത് നമ്മൾ കാണിക്കും. അതങ്ങനെ നട്ട് മാറ്റി വെച്ചിരിക്കുന്നതെല്ലാം നല്ലതായിട്ട് വളർന്ന് എല്ലാം ചൂടും വെയിലുമൊക്കെ പിടിച്ചിട്ടുണ്ടെന്നും കഴിയുന്ന കുറേയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ പുതിയ കുറേ ചെടികൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അത് നടുന്നതിൻ്റെ അതിൻ്റെ മണ്ണിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഇതിനകത്തുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. ഗാർഡൻ വർക്കിനോ മറ്റോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. പിന്നെ ഇതിൻ്റെ മേളിൽ ഞങ്ങൾക്ക് ഇനി ഒരു പടുത കെട്ടണം. നേരെ തെങ്ങിൻ്റെ ചുവട്ടിലാണ്. നമ്മൾ താഴെ ഒന്ന് നടുമ്പോഴായിരിക്കും തലേ തേങ്ങ വീഴുന്നത്. ഇനി പടുത കെട്ടി അതൊക്കെ ഒന്ന് മറയ്ക്കണം. അപ്പം സമയക്കുറവൊന്നും വർക്കും ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാതിരിക്കുന്നത്. അപ്പം നിങ്ങൾ അടുത്ത് നമുക്ക് ഫുൾ വീഡിയോയിൽ കാണാം.